So he defines sovereignty as a monopoly of coercive power and advocated that it be vested in the hands of a single person or a body of persons, placed state in all powerful position with respect to community. Okay. ഇനി ജീൻ ജാക്വസ് റൂസോയുടെയാണ് അഭിപ്രായം. സോവറിറ്റി ഒറിജിനേറ്റ്സ് ഇൻ ദ പീപ്പിൾ, റൂൾ ഷുഡ് ബി ദ റൂളേഴ്സ്. റൂസോയുടെ അഭിപ്രായത്തിൽ സോവറിറ്റി എപ്പോഴും സർവാധികാരി ഒറിജിനേറ്റ് ചെയ്യപ്പെടേണ്ടത് ആളുകൾക്കിടയിൽ നിന്നാണെന്നും റൂൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭരിക്കപ്പെടുന്നവനും ഭരിക്കപ്പെടണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. കാരണം നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നുള്ളത്. പ്ലേസ് കമ്മ്യൂണിറ്റി ഇൻ ദ പൊസിഷൻ ടു ഹോളി ഡോമിനേറ്റഡ് ഇൻഡിവിജ്വൽ സിറ്റിസൺ. അതായത് കമ്മ്യൂണിറ്റിയെയാണ് ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഡെമോക്രസിയെ പറ്റി സംസാരിക്കുന്നത് പോലെ തന്നെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു തലം മുകളിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ അധികാരികളെക്കാൾ മുകളിലാണ് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇനി ജോൺ ലോക്കിൻ്റെ അഭിപ്രായം നോക്കാം. കമ്മ്യൂണിറ്റി ഈസ് എ സോഴ്സ് ഓഫ് സോവറിറ്റി, പ്രോപ്പർ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ഫോർ ഇറ്റ്സ് എക്സസൈസ്. ഒരു രാഷ്ട്രം നിലനിൽക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് സോവറിറ്റി എന്നാണ് ജോൺ ലോക്ക് അഭിപ്രായപ്പെടുന്നത്. സോവറിറ്റി ഓൺ പവർ ആൻഡ് അതോറിറ്റി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ. ലീഗൽ സോവറിറ്റി എന്ന് പറയുകയാണെങ്കിൽ based on the belief that ultimate and final authority resides in the laws of the state. De jure sovereignty, supreme power defined in terms of legal authority, right to require somebody to comply as per law. സർവാധികാരം നിലനിൽക്കുന്നത് സ്റ്റേറ്റിൻ്റെ ലോയുടെ ബേസിസിലാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നിയമങ്ങളിലാണ് സർവാധികാരം നിലനിൽക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ലീഗൽ സോവറിറ്റി. അതായത് പൗരന്മാരെല്ലാം തന്നെ നിയമത്തിന് കീഴടങ്ങിയിട്ട് വേണം ജീവിക്കാൻ എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഇനി പൊളിറ്റിക്കൽ സോവറിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. ഡി ഫാക്ടോ സോവറിറ്റി എന്നും ഇതിൻ്റെ പേരുണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് എക്സ്ട്രീം പൊളിറ്റിക്കൽ പവർ ഹാവ് ദ എബിലിറ്റി ടു കമാൻഡ് ഒബീഡിയൻസ് ഡ്യൂ ടു മോണോപ്പൊളി, കൊയേസീവ് ഫോഴ്സ്. ശരിയായിട്ടുള്ള അധികാരം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിസിലാണ് പൊളിറ്റിക്കൽ സോവറിറ്റി എക്സസൈസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. ഇത്തരം സോവറിറ്റിയിൽ രാഷ്ട്രീയ അധികാരം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ടേംസിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവാം. സോവറിറ്റിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആബ്സല്യൂട്ട്നെസ് ആണ്. തീരുമാനങ്ങൾ എടുക്കാനും നിയമങ്ങൾ ഉണ്ടാക്കാനും അത് നടപ്പിലാക്കാനുമുള്ള പൂർണ്ണ അവകാശത്തെ നമുക്ക് ആബ്സല്യൂട്ട്നെസ് എന്ന് പറയും. സർവാധികാരത്തെ സംബന്ധിച്ചിടത്തോളം ആബ്സല്യൂട്ട്നെസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. നെക്സ്റ്റ് ഇസ് എക്സ്ക്ലൂസീവ്നെസ്. ഒരു രാഷ്ട്രത്തിൽ ഒരേ ഒരു സോവറിറ്റി മാത്രമേ നിലനിൽക്കാൻ പാടുകയുള്ളൂ. പാരലലായിട്ടോ അല്ലെങ്കിൽ ശത്രുപക്ഷത്തായാലും മറ്റൊരു അധികാര കേന്ദ്രം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് ആയിരിക്കണം സർവാധികാരം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്നാമതായിട്ട് പെർമനൻസ്.